DCC പുനഃസംഘടന ഉണ്ടാകുമെന്ന് ഉറപ്പായതോടെ രാഷ്ട്രീയ കേരളം ഏറെ ചർച്ച ചെയ്യുന്ന ജില്ലയാണ് തിരുവനന്തപുരം. തിരുവനന്തപുരത്ത് കോൺഗ്രസിൽ DCC പ്രസിഡന്റ് ആരാകുമെന്ന ചോദ്യങ്ങൾ ഉയരുകയാണ്. എന്നാൽ തിരുവനന്തപുരം പോലെ ഒരു ജില്ല ഏറ്റെടുക്കാൻ മുതിർന്ന നേതാക്കൾക്ക് താല്പര്യമില്ലെന്നാണ് അറിയാൻ കഴിയുന്നത്. VS ശിവകുമാർ അടക്കമുള്ള മുതിർന്ന നേതാക്കളാണ് DCC പ്രസിഡന്റ് പദവി ഏറ്റെടുക്കാൻ താല്പര്യമില്ലെന്ന കാര്യം അറിയിക്കുന്നത്. എന്നാൽ മുതിർന്ന നേതാക്കൾ ഏറ്റെടുക്കാൻ താല്പര്യമില്ലാതെ ഒഴിഞ്ഞുമാറുന്ന സ്ഥാനത്തേക്ക് കടന്നുവരാൻ സന്നദ്ധത അറിയിക്കുകയാണ് പാർട്ടിയിലെ യുവ നേതാക്കൾ. തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം വലിയ വെല്ലുവിളികൾ നിറഞ്ഞ ഒരിടമാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ എത്തി നിൽക്കെ കോർപ്പറേഷനിൽ കോൺഗ്രസിന് മെച്ചപ്പെട്ട റിസൾട്ട് ഉണ്ടാക്കിയെടുക്കണം. അതുകൊണ്ട് തന്നെ മുതിർന്ന നേതാക്കളെയാണ് DCC അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണിക്കാൻ താല്പര്യപ്പെടുന്നത്. അതിനായി നേതാക്കൾ VS ശിവകുമാറിന്റെ പേരാണ് പരിഗണിക്കുന്നത്. 2011 മുതൽ തിരുവനന്തപുരത്ത് നിന്നുള്ള നിയമസഭാ അംഗവും മുൻ സംസ്ഥാന ആരോഗ്യ ദേവസ്വം വകുപ്പ് മന്ത്രിയും മുൻ ലോക്സഭാ അംഗവുമാണ് VS ശിവകുമാർ. എന്നാൽ DCC പ്രസിഡന്റ് ആകുന്നതിനോട് VS ശിവകുമാറിന് താല്പര്യമില്ല. അദ്ദേഹം തന്റെ വിയോജിപ്പ് രേഖപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് അറിയാൻ സാധിക്കുന്നത്. 2007 വഹിച്ച പദവി ഏറ്റെടുക്കാൻ VS ശിവകുമാർ തയ്യാറല്ല. സംഘടനാ ദൗർബല്യം പ്രകടമായ തിരുവനന്തപുരത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി ഉണ്ടായാൽ അതിന്റെ ഉത്തരവാദിത്തം ഏൽക്കേണ്ടി വരികയും പഴിയേൽക്കേണ്ടി വരുമെന്നുമൊക്കെ കരുതിയാണ് VS ശിവകുമാർ അടക്കമുള്ള മുതിർന്ന നേതാക്കൾ DCC അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നതിനെ പ്രോത്സാഹിപ്പിക്കാത്തതും അതിനെ എതിർക്കുന്നതും. എന്നാൽ DCC അധ്യക്ഷ സ്ഥാനത്തേക്ക് എത്താൻ ആഗ്രഹിക്കുന്ന യുവ നേതാക്കൾ പാർട്ടിക്കുള്ളിലുണ്ട്. അതുകൊണ്ട് തന്നെ ദീപാദാസ് മുൻഷിയെ നേരിട്ട് കണ്ട് താല്പര്യം അറിയിച്ചവരും അക്കൂട്ടത്തിലുണ്ട്. സുധീർ ഷാ പാലോട്, JS അഖിൽ, ചെമ്പഴന്തി അനിൽ, മണക്കാട് സുരേഷ് എന്നിവരും കൂടാതെ KS ശബരിനാഥും DCC അധ്യക്ഷ സ്ഥാനത്തേക്ക് താല്പര്യം അറിയിച്ചിട്ടുണ്ടെന്നാണ് അറിയുന്നത്. മുൻ മന്ത്രിയും സ്പീക്കറുമായിരുന്ന G കാർത്തികേയന്റെ മരണത്തെ തുടർന്ന് ഒഴിവ് വന്ന അരുവിക്കര നിയോജക മണ്ഡലത്തിൽ 2015 നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ M വിജയകുമാറിനെ പരാജയപ്പെടുത്തിയാണ് ശബരിനാഥ് നിയമസഭയിലെത്തുന്നത്. പിന്നീട് 2016 വിജയം വീണ്ടും ആവർത്തിച്ചു. എന്നാൽ 2021 കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ CPI-യിലെ MJ സ്റ്റീഫനോട് പരാജയപ്പെട്ടു. ശബരിനാഥിനെ DCC പ്രസിഡന്റ് ആക്കുന്നതിനോട് പാർട്ടിക്കുള്ളിൽ തന്നെ കടുത്ത വിയോജിപ്പുണ്ട്. ഭാര്യയും വിഴിഞ്ഞം പോർട്ടിന്റെ MD-യുമായ ദിവ്യ S. അയ്യർ സർക്കാരിന്റെ താല്പര്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് ശബരിനാഥിന്റെ രാഷ്ട്രീയ ഭാവിയെ കൂടി ബാധിക്കുന്നുണ്ടെന്നാണ് വിലയിരുത്തൽ. ദിവ്യയുടെ പല പരാമർശങ്ങളോടും കോൺഗ്രസിന് കടുത്ത വിയോജിപ്പാണുള്ളത്. കൂടാതെ മണ്ഡലത്തിലെ ജനസ്വീകാര്യതയുടെ കാര്യത്തിൽ ശബരി അത്ര കണ്ട് മുൻപന്തിയിലല്ല. ഇങ്ങനെ വന്നാൽ DCC അധ്യക്ഷ സ്ഥാനവും സ്വപ്നം കണ്ട് നടക്കുന്നവരുടെ കൈകളിലേക്ക് അത് എത്തിക്കൊള്ളണമെന്നില്ല. ഇതൊന്നുമല്ലാതെ തിരുവനന്തപുരം ജില്ലയ്ക്ക് പുറത്തുള്ള ഒരാൾ തിരുവനന്തപുരം DCC പ്രസിഡന്റ് ആകാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയില്ല. അങ്ങനെ വരുമ്പോൾ മികച്ച ഒരു നേതാവിനെ കണ്ടെത്താനാകും പാർട്ടി ശ്രമിക്കുക. തദ്ദേശ തെരഞ്ഞെടുപ്പും പിന്നീട് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പും നിർണായകമാകുമ്പോൾ DCC തെരഞ്ഞെടുപ്പ് നിർണായകമായ കടമ്പ തന്നെയാണ്. പുനഃസംഘടന നടപടികൾ പൂർത്തീകരിക്കേണ്ട ചുമതല പ്രതിപക്ഷ നേതാവ് VD സതീശനും KPCC അധ്യക്ഷൻ സണ്ണി ജോസഫിനുമാണ് ഹൈക്കമാൻഡ് നൽകിയിരിക്കുന്നത്. അങ്ങനെയാകുമ്പോൾ ഇവരുടെ പിന്തുണ DCC പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കുന്ന കാര്യത്തിൽ നിർണായകമാണ്.